അപ്പോൾ നമുക്ക് പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പാളയംകോടൻ പഴം എടുക്കാം. ഇതുപോലെ വട്ടത്തിൽ ഇപ്പോൾ ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 10 പഴം ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുത്തു. ഞാൻ കുക്കറിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പ്രഷറൊക്കെ പോയി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് അരിച്ച് എടുക്കാം. ഇപ്പം നമുക്ക് ഒരു അരിപ്പയിൽ ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിൻ്റെ വേസ്റ്റാണിത്. നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റ് ഇത് കളയാം. ഇത് വേണമെങ്കിൽ നമ്മൾ ചെടിക്കൊക്കെ ഉപയോഗിക്കാം ഈ വേസ്റ്റ്. മാക്സിമം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് റെഡിയാക്കിയത് ഞാൻ തിരിച്ച് ആ കുക്കർ തന്നെ ഒന്ന് കഴുകിയെടുത്തു. അതിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 240 ml അളവ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രാമ്പൂവിനെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമ്പൂവിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടി ഒരു 4-5 ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ പീസസിനെ എടുത്ത് മാറ്റാം. അത് നമുക്ക് കളയണമെന്നില്ല, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കറികൾക്ക് വേണ്ടി പച്ചടിയൊക്കെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടാം, ഇളക്കി കൊടുക്കണം. അവസാനമാകുമ്പോൾ കുറച്ച് കട്ടിയായി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച്
ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരല്പം കൂടെ ശരിയാവാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയായി പോയാൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജാം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തത്. ഇതിപ്പോൾ ഒരു 2-3 ദിവസത്തിൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ നല്ല ബോട്ടിൽ നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് കട്ടിയായി പോയാൽ നമ്മൾ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചാൽ മതി. അത് കട്ടിയായി പോയാൽ നൂല് പോലെ ആയിപ്പോകും. കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.